ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിനകത്ത് നല്ലൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ കിരണും രതീഷും അതുപോലെ തന്നെ വേലും കൂടി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം വരുന്നത് വേലും അതുപോലെ തന്നെ രതീഷുമാണ്. അങ്ങനെ അവർ രണ്ടിനും കൂടി കാറിന് അവിടെ എത്തിക്കഴിയുമ്പോ തന്നെ വേലു ചോദിക്കുന്നുണ്ട്, അല്ല സാറേ കുഴി എടുക്കണ്ടേ? എടുക്കണടാ, പിന്നെ അമ്പലത്ത് എടുക്കണം, ആദ്യം ഡെഡ് ബോഡി എടുക്കണ്ടേ? ഇപ്പൊ ബോഡി എടുക്കണ്ട, കിരൺ സാറോട് വന്നിട്ട് മതി. നമുക്കൊരു കാര്യം ചെയ്യാം, നല്ലൊരു കുഴി എടുക്കാം സാറേ, നിമിഷ നേരം കൊണ്ട് കുഴി ഞാൻ എടുത്തോളാം എന്ന് വേലു പറയാണ്. എടാ, നല്ല രീതിയിൽ തന്നെ കുഴി എടുക്കണം, ഒരു ഈച്ച പോലും അരിച്ചു മുകളിലേക്ക് വരരുത്. ഇല്ല സാറേ, അതൊന്നും ഉണ്ടാവില്ല. എന്നാലും എനിക്ക് അവനോട് ദേഷ്യം തീരണില്ല. അവന്റെ ശരീരം ഇനിയും കൊത്തി ചീന്താൻ എനിക്ക് തോന്നണത്. അതൊന്നും വേണ്ടടാ, അവൻ മരിച്ചു മണ്ണിടന്നിട്ട് കുറെ മണിക്കൂറുകൾ കഴിഞ്ഞു. ഇപ്പൊ അത് വെറും ഡെഡ് ബോഡി മാത്രമാണ്, അത് നീക്കം ചെയ്യുക, അത് മാത്രമേ നമുക്കിനി ചെയ്യാൻ പറ്റുള്ളൂ. കിരൺ സാർ വരട്ടെ, അല്ല ഞാൻ ഗേറ്റ് അടക്കാം എന്ന് പറഞ്ഞിട്ട് രതീഷ് വേഗം പോയിട്ട് ഗേറ്റ് അടക്കാട്ടോ. അതിനുശേഷം രതീഷും വേലും കൂടി ചേർന്നിട്ട് ഒരു വലിയ കുഴി എടുക്കുന്നുണ്ട്. വേലുമായിട്ടോ കുഴി എടുക്കണം, നല്ല ആഴത്തില് അയാളുടെ നീളത്തിൽ തന്നെ നല്ലൊരു കുഴി എടുക്കുന്നുണ്ട്. കൊള്ളാടാ, നീ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു, നല്ല നട്ടിനെ കുഴി എടുത്തിട്ടുണ്ട് എന്ന് പറയാണ്. ആ സമയത്താണ് അവിടെ കിരൺ ഒരു വലിയൊരു ചെറിയൊരു എന്താ പറയേണ്ടത്, വാഴയുടെ ഒരു തൈ കൊണ്ടുവരാണ്, വാഴത്തൈ കൊണ്ടുവരാണ്. എന്നിട്ട് പറയേണ്ടത്, കുഴി എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഈ വാഴത്തൈ വെച്ചാൽ മതി എന്ന് പറയാണ്. അപ്പൊ വേലു പറയണ്ട്, സാറേ എനിക്ക് അവനോടുള്ള ദേഷ്യം തീരണില്ല സാറേ, അവനെ നമുക്ക് ഒന്നും കൂടി കൊത്തി എറിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടാ പോരെ കുഴിയിലേക്ക്. അപ്പൊ കിരൺ പറയണ്ട, അയ്യോ വേണ്ട വേണ്ട, അവൻ ഓൾറെഡി തീർന്നു, എന്റെ കയ്യിൽ നിന്ന് നെഞ്ച് കലങ്ങിയിട്ട് അവന് രക്ഷപ്പെട്ടത്. എന്നിട്ടും അവൻ അപ്പോഴും രക്ഷപ്പെടാൻ നോക്കി, അപ്പോഴാ കല്ലി തട്ടി അവൻ വീണ് ചത്തത്. എന്തായാലും തലക്കലടി പറ്റിയത്, പെട്ടെന്ന് തന്നെ ചാവും ചെയ്തു, പിന്നെ ചോര വാർന്നും ചെയ്തല്ലോ. അങ്ങനെ തന്നെ മരിക്കാനായിരിക്കും അവന്റെ യോഗം. എന്തായാലും ഈ കുഴി പെട്ടെന്ന് തന്നെ അവൻ നമുക്ക് ഇടാം. ഒരു കാര്യം ചെയ്യാം, അടുത്തൊന്നും ആരും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ഈ സമയത്ത് അടുത്ത വീട്ടുകാരനോ പുറത്തിറങ്ങാറില്ല എന്ന് കിരൺ പറയാണ്. രതീഷ് പറയണം, അത് ശരിയാണ്, ഈ സമയത്ത് പുറത്തേക്കൊന്നും ആരും കാണാറില്ല, പിന്നെ CCTV ഉള്ള സ്ഥലങ്ങളിലൊന്നും അല്ല ഞങ്ങൾ നിൽക്കുന്നത്, മുമ്പുള്ള ഭാഗത്ത് മാത്രമേ CCTV ഉള്ളൂ, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഈ പിടികിട്ടാ പുള്ളിയാണെന്നുണ്ടെങ്കിലും ഒരു കൊലപാതക ശ്രമത്തിന് നമ്മൾ വെറുതെ അകത്ത് കിടക്കണ്ടല്ലോ, അതുകൊണ്ടിട്ടാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഡെഡ് ബോഡി കൊണ്ടിട്ട് ഇവിടേക്ക് ഇടാം എന്ന് കിരൺ പറയാണ്. അങ്ങനെ കിരണും വേലും രതീഷും കൂടി ചേർന്ന് കാറിന്റെ ഡിക്കി തുറന്ന് ആ ഡെഡ് ബോഡി എടുക്കട്ടെ. അപ്പൊ അയൽ പൊതിന്റെ ഡെഡ് ബോഡി അങ്ങനെ തന്നെ എടുക്കാണ്. അത് ആരുടെ ബോഡി തന്നെയാണ് കേട്ടോ, അത് ആരുടെയാന്ന് അറിയില്ല, എനിക്ക് തോന്നണില്ല ഗംഗയുടെ ആണെന്ന്. എന്തായാലും ആ ബോഡി എടുത്തിട്ട് കിരണും രതീഷും വേലും കൂടി ഒരു കുഴിച്ച കുഴിയിലേക്ക്, അത് ഉണ്ടാക്കിയ കുഴിയിലേക്ക് വലിച്ചെറിയാണ്. ശേഷം കിരൺ പറയണ്ട്, കാര്യം ചെയ്തോ, കുഴി മൂടിക്കോ എന്ന് പറയാണ്. അങ്ങനെ രതീഷും വേലും കൂടി കുഴി മൂടുന്നുണ്ട്. കിരൺ ആ സമയത്ത് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് കേട്ടോ വരുന്നത്. കിരൺ പറയണ്ട്, ഇനി ഈ തൈ വെച്ചോ എന്ന് പറയാണ്. വേലു പറയണ്ട്, സാറേ ഞാന് എന്ത് തൈ നട്ട് പിടിപ്പിച്ചാലും പെട്ടെന്ന് അത് തഴിച്ചു വളരും, പക്ഷെ ഇവന്റെ ഈ ചെടി വളരുമെന്ന് എനിക്ക് തോന്നണില്ല, കാരണം നല്ല അഴകിയ സാധനങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത് വിഷം, ആ വിഷം കൊണ്ട് ഈ ചെടി ചിലപ്പോ ചീഞ്ഞു പോകും സാറേ എന്ന് വേലു പറയാണ്. അപ്പൊ രതീഷ് പറഞ്ഞിടാ, എല്ലാ വളവും വിഷം തന്നെയാടാ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അകത്തുള്ള വിഷം ചെടിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോ തഴച്ചു വളരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും സാറേ, നമ്മുടെ കല്യാണി ചേച്ചിയുടെ അമ്മയും അതുപോലെ തന്നെ എന്റെ മൂപ്പനും ദിലീപേട്ടന്റെ അച്ഛനൊക്കെ ആത്മാവിന് ഇപ്പോഴേക്കും സമാധാനവും ശാന്തിയും കിട്ടിയത്. എന്തായാലും ഇവന്റെ ഈ ശവം കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് കല്യാണി ചേച്ചിയും അതുപോലെ തന്നെ എന്റെ അമലും. അവർക്കൊന്നും ഇവന്റെ ശവം കാണാൻ പോലും പറ്റിയില്ലല്ലോ സാറേ. അത് സാരില്ലടാ, കുറെ നാൾ കഴിയുമ്പോഴേക്കും ഇവനെ കാണാതാകുമ്പോഴേക്കും ഇവരെന്തിനു പറ്റിയത് കരുതി എല്ലാരും ആശ്വസിച്ചോലും എന്നിങ്ങനെ പറയാണ്. പിന്നീട് കാണിക്കണം നമ്മുടെ പ്രകാശിനെയാട്ടോ. പ്രകാശിനും അതുപോലെ തന്നെ ലക്ഷ്മിയും അമലും അമ്മുമ്മയും കല്യാണിയും കാദംബരിയും കൂടി ശാന്തച്ചൊക്കെ കൂടി തിരിച്ച് ലക്ഷ്മിയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ആ സമയത്ത് കല്യാണി പറയണ്ട, എന്നാലും കിരണേട്ടനൊക്കെ ഇത് എവിടെ പോയച്ചാ? അപ്പോ ലക്ഷ്മി പറയണ്ട, അതെനിക്ക് തോന്നണതേ കാർത്തിക മോളുടെ പിന്നാലെ പോയിട്ടുണ്ടാവുമായിരിക്കും വണ്ടി എടുത്തിട്ട്, അതിനായിരിക്കും രതീഷിനെ വേണ്ടി നേരത്തെ വിട്ടത് അവരുടെ വീടിനടുത്ത് ആരെങ്കിലൊക്കെ ഉണ്ടോ നോക്കാനായിട്ട്. അപ്പോ പ്രകാശം വേണ്ട, അതേ മോളെ അത് തന്നെ ആവാനാ ചാൻസ്. കാർത്തിക മോളും ദിലീപ് മോനും വീട്ടിലെത്തണ മുമ്പ് തന്നെ വേലും രതീഷും അവിടെ എത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും. അതിനുശേഷം കിരൺ മോനും അവരുടെ പുറകെ പോവാനാ ചാൻസ്. ഞാൻ കിരണേട്ടനെ ഒന്ന് വിളിച്ചായിരുന്നു, അപ്പൊ കുറച്ച് താമസിച്ചേ വരുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അത് തന്നെയായിരിക്കും മോളെ, ഇനി വിളിച്ച് ശല്യം ചെയ്യണ്ട, അവൻ എന്തായാലും വന്നോളൂ. പിന്നെ കാർത്തിക മോളൊക്കെ വീട്ടിലെത്തി കാണുമായിരിക്കോ എന്ന് പ്രകാശ് ചോദിക്കും. അമ്മൂമ്മ പറയുന്നുണ്ട്, എത്തിക്കാണുമായിരിക്കില്ല, ഇനിയും സമയമുണ്ടല്ലോ. കല്യാണി പറഞ്ഞ, അതേ അച്ഛാ, ദൂരം ഉണ്ടല്ലോ, എത്തിക്കാണില്ലായിരിക്കും, നമുക്കൊന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കിയാലോ, കാർത്തിക ചേച്ചി ഇങ്ങോട്ട് വിളിക്കാതെ പറഞ്ഞിട്ടുണ്ട് അച്ഛാ എന്ന് കല്യാണി പറയുമ്പോ, അല്ല മോളെ നമുക്കൊന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കാം, കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തായാലും അകത്തേക്ക് കയറാം എന്ന് പറഞ്ഞ എല്ലാവരും അകത്ത് കയറാണ്. അപ്പൊ തന്നെ നമ്മുടെ അമ്മൂമ്മ പറയുന്നുണ്ട്, ശാന്തേ എനിക്ക് നല്ലൊരു ചായ എടുക്ക്. ഈ ഉച്ച സമയത്തോ? ഇന്നലെ ശരിക്കൊന്നും ഉറങ്ങിയിട്ടില്ല, നല്ല തലവേദന.
നീ ഒരു ചായ എടുക്ക് ശാന്തി എന്ന് പറയാണ്. കട്ടൻ വേണോ പാല് വേണോ? ആ പാൽ ചായ മതി എന്ന് പറയണ. ഞാൻ ഇപ്പൊ എടുക്കാന്ന് പറഞ്ഞിട്ട് ശാന്ത അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, കല്യാണി ചോദിക്കണ്ട അമ്മ അല്ല മോളെ അമലും വേലും എപ്പോഴാ പോണതിന്? അവരെ കുറിച്ച് ചെറിയ പ്ലാനൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കല്യാണി മുകളിലേക്ക് പോവാണ്. കല്യാണി പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രകാശിനോട് അമ്മമ്മ പറയുന്നുണ്ട്, എന്റെ പ്രകാശ കല്യാണി മോളെ കൊല്ലാൻ വേണ്ടി ഞങ്ങൾ എത്ര പ്രാവശ്യം നോക്കിയതാണ്. ആ മോൾക്ക് ഇതിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം ഇപ്പൊ എന്താവുമായിരുന്നടാ. ആമേ അത് നിന്നെ ഓർമ്മപ്പെടുത്തല്ലേ, എനിക്കതൊന്നും ഓർത്താ സഹിക്കാൻ പറ്റില്ല. ജയിലിലൊരുത്തൻ കിടക്കുന്നുണ്ടല്ലോ എന്റെ മോൻ എന്ന് പറഞ്ഞവൻ, അവനും ഇവരുടെ കൂടെ ചേർന്ന് ഇവരുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ഞാൻ വിചാരിച്ചാണമേ. അതിനുവേണ്ടി കുറെ പ്രാവശ്യം അവനെ ഉപദേശിക്കാൻ പോയതാണ് എന്റെ ലക്ഷ്മി. പക്ഷെ അവൻ ഉപദേശിച്ച് നന്നാവും തോന്നണില്ല. ഇനി അവനെങ്ങാനും ജയിലിൽ നിന്ന് ഇറങ്ങി എന്റെ പെമ്മക്കളെങ്ങാനും ഉപദ്രവിക്കാനാണ് ശ്രമമെങ്കിൽ അവനെ കൊല്ലാനൊന്നും ഞാൻ മടിക്കില്ല ലക്ഷ്മി എന്ന് പറയാണ് പ്രകാശൻ ലക്ഷ്മി എടുത്തും അമ്മമ്മ എടുത്തു കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കണം നമ്മുടെ കിരണിനെയും അതുപോലെ തന്നെ വേലുവിനെയും രതീഷിനെയാണ് കേട്ടോ. അവരിങ്ങനെ കുഴിയൊക്കെ എടുത്തിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. കിരൺ പറയുന്നുണ്ട്, എന്തായാലും ഈ ഭാഗത്തൊന്നും ആരും തന്നെ ഇല്ല, നമുക്ക് ഈ ഡ്രസ്സൊക്കെ മാറി കുളിച്ചതിന് ശേഷം മാത്രം അവിടേക്ക് പോയാൽ മതി എന്നിങ്ങനെ അങ്ങനെ പറയുന്നുണ്ട്. അതത്രേ ഉള്ളൂ, കാദംബരി എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. കിരൺ പറയുന്നുണ്ട്, കാദംബരിനെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. കാർത്തികയും അതുപോലെ തന്നെ ദിലീപും പോണ വഴിക്ക് നിങ്ങൾ പോയി എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ടുണ്ട്. കല്യാണി അടുത്ത് അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ എത്രത്തോളം വിശ്വസിച്ചെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ കിരൺ പറയാണ്. പിന്നീട് കാണിക്കണ ദിലീപിനെയും അതുപോലെ തന്നെ ദിലീപിന്റെ അമ്മേനെയൊക്കെ ആട്ടോ. അവര് തിരിച്ച് ദിലീപിന്റെ വീട്ടിലേക്ക് എത്തി. കാറിൽ നിന്ന് ഇറങ്ങാണ്. കാറിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ദിലീപിന്റെ അമ്മ പറയുന്നുണ്ട്, ഹാവു ഇപ്പഴാ ഒരു സമാധാനായത്, നിങ്ങൾ ഇവിടെ നിൽക്ക് ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് ദിലീപിന്റെ അമ്മ അകത്തേക്ക് പോവാട്ടോ. ആ സമയത്ത് കാർത്തിക ദിലീപ് ചോദിക്കണ്ട, ഇപ്പൊ തനിക്ക് സമാധാനായോടോ? സമാധാനായെന്ന് ചോദിച്ചാൽ ആകെ ഒരു ടെൻഷനാണ്. ദിലീപേട്ടൻ അറിയാലോ എന്റെ അച്ഛൻ ഈ വിവാഹം മുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് അന്ന് തല കറങ്ങി കുഴഞ്ഞു വീണത്. കല്യാണിയുടെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്റെ കല്യാണം എന്നുള്ളത്. ആ കല്യാണം ഇപ്പൊ കാണാൻ പറ്റില്ലാത്തതുകൊണ്ട് വിഷമമുണ്ടാവും കല്യാണിയുടെ അമ്മക്ക്. കല്യാണിയുടെ അമ്മ ഏതെങ്കിലും ലോകത്തിരുന്ന് ഇപ്പൊ എന്റെ വിവാഹം കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും അപകടമൊന്നും ഒഴിഞ്ഞു പോയിട്ടില്ലല്ലോ ദിലീപേട്ട, അവൻ എപ്പോ വേണമെങ്കിലും കേറി വരുന്നുള്ള ടെൻഷൻ ഉണ്ട് എനിക്ക്. ദിലീപിന്റെ കൂട്ടുകാർ പറഞ്ഞേ, താൻ പേടിക്കൊന്നും വേണല്ലോ, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയാണ്. എന്തായാലും എന്റെ അച്ഛൻ ദിലീപ് ഉണ്ട്, എന്തായാലും തന്റെ അച്ഛനാ വിഷമം ഉണ്ടെങ്കിലും ഉള്ളിൽ സന്തോഷിക്കുന്നത് തന്റെ അച്ഛനായിരിക്കും. കാരണം തന്റെ വിവാഹമായിരുന്നല്ലോ അച്ഛന്റെ ഏറ്റവും വലിയ സ്വപ്നം, അതല്ലേ നടന്നിരിക്കുന്നത്. അത് ദിലീപേട്ടൻ പറഞ്ഞാൽ ശരിയാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തന്നെ ദിലീപിന്റെ അമ്മ നിലവിളക്കായിട്ട് വരുവാട്ടോ. ദേ വിളക്കെത്തിയല്ലോ എന്ന് കൂട്ടുകാരി പറയണ്ട്. അങ്ങനെ ദിലീപിന്റെ അമ്മ പറഞ്ഞ, മോളെ ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് കയറിക്കോ എന്ന് പറയാണ്. ഞാൻ ആചാരവും അനുഷ്ഠാനങ്ങളും തെറ്റിക്കില്ല അമ്മേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക വിളക്ക് മേടിച്ച് വലതുകാലം വെച്ച് അകത്തേക്ക് കയറാട്ടോ. തൊട്ടു പിന്നാലെ ദിലീപും കേറുന്നുണ്ട്. അവര് നേരെ പൂജാ റൂമിലേക്ക് പോവാണ്. അവര് പോയി കഴിയുമ്പോഴേക്കും ദിലീപിന്റെ കൂട്ടുകാരെ അമ്മയടുത്ത് പറയണ്ട്, അമ്മ ഇനി തുടങ്ങിക്കോ. അല്ല വിളക്കുമായിട്ട് മരുമകൾ പോയല്ലോ, ഇനി പോര് തുടങ്ങിക്കോന്ന്. പോടാ, അങ്ങനെ ഞാൻ പോരെടുക്കണ ഒരു അമ്മായിമ്മയെന്നല്ല, അവളെ കൊണ്ട് ഞാൻ ഒന്നും ചെയ്യിപ്പിക്കില്ല. എനിക്കൊരു കൂട്ടായിട്ടല്ല, ഈ കുടുംബത്തിലേക്ക് ഒരാളായിട്ടാ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. എന്റെ ദിലീപോനും അവള് സുഖമായിട്ട് ജീവിക്കണം, അവൾക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാം. ഇപ്പഴാ സമാധാനായത്. പക്ഷെ എന്നാലും മനസ്സിനുള്ളിൽ ഇപ്പോഴൊരു പേടി പോലെയാ. ഇനി പേടിക്കൊന്നും വേണ്ടമ്മേ, കാർത്തികയുടെ വിവാഹം അവനെ മരിക്കുന്നതിന് തുല്യമായിരുന്നില്ലേ ആ ഗംഗപ്രസാദന്, ഇനി അവൻ മരിച്ചു കാണുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നു കേട്ടോ. ശേഷം ദിലീപും കാർത്തികയും കൂടി ചേർന്ന് നിലവിളക്ക് ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കാണ്. ദിലീപ് പറയുന്നുണ്ട്, ഞാൻ വലിയ ദൈവവിശ്വാസിയൊന്നല്ല, പക്ഷെ അന്ധവിശ്വാസിയും അല്ല. അതുകൊണ്ട് തനിക്ക് സമയം കിട്ടുമ്പോ, തിരക്കാണെന്ന് അറിയാം എങ്കിൽ എല്ലാ ദിവസവും ഈ പൂജാറൂമിൽ പോയിട്ട് വന്നിട്ടൊന്ന് വിളക്ക് വെക്കണം. കാരണം തന്നെ കണ്ടപ്പോ മുതൽ തന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റണെന്ന് ഞാൻ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ആഗ്രഹം എനിക്ക് സാധിച്ചത് ദൈവങ്ങളാണ് എന്നും കൂടി വിശ്വസിക്കുന്ന ആളാ ഞാൻ. അത് അങ്ങനെയാ ദിലീപേട്ട, ഞാൻ എന്തായാലും വിളക്ക് വെച്ചിട്ട് എവിടേക്കും പോകുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കിരണിനെയും അതുപോലെ തന്നെ വേലുവിനെയും രതീഷിനെയാണ് കേട്ടോ. അവരാ കുഴിയൊക്കെ വെട്ടിട്ട് തിരിച്ച് കുളിച്ചിട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ആ കുഴി കുഴിച്ചിട്ടില്ലേ, അതിന്റെ മുകളിൽ ആ വാഴ വെച്ചിട്ടുണ്ടല്ലോ, വാഴയുടെ നേരെ ചുവട്ടിൽ കുറെ ചപ്പും ചവറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു വാഴത്തൈ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അത് കാണിക്കുമ്പോ തന്നെ അറിയാം അത് ഗംഗപ്രസാദ് അല്ലെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ ടേക്ക് കെയർ, ബൈ ബൈ.